സംസ്ഥാനത്ത് റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക് റേഷൻ കരാറുകാർ സമരം ആരംഭിച്ചതോടെ കടകളിൽ റേഷൻ സാധനങ്ങൾ എത്തുന്നില്ല. ഗോഡൌണിൽ നിന്നും കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാരാണ് ജനുവരി 1 മുതൽ സമരം ചെയ്യുന്നത്. മാസങ്ങളായുള്ള കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് റേഷൻ കരാറുകാർ സമരം ആരംഭിച്ചത്. കുടിശ്ശിക തുക നൽകിയില്ലെങ്കിലും ലോറി വാടക, തൊഴിലാളികളുടെ കൂലി, ക്ഷേമനിധി വിഹിതം എന്നിവയെല്ലാം കരാറുകാർ കൃത്യമായി നൽകണം. ക്ഷേമനിധി വിഹിതത്തിൽ അവധി തെറ്റിയാൽ വലിയ പലിശ നൽകണം. കുടിശ്ശിക ലഭിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കരാറുകാർ സമരം ആരംഭിച്ചിരിക്കുന്നത്. 10 ദിവസമായി തുടരുന്ന സമരം അവസാനിപ്പിക്കുന്നതിനും റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ ഉൾപ്പെടെ കൃത്യത്തോടെ നൽകുന്നതിനു വേണ്ടിയുള്ള ഫണ്ടും അനുവദിക്കണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി പറഞ്ഞു. ഭക്ഷ്യവകുപ്പ് എന്ന് പറയുന്നത് യഥാസമയം തന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ കണക്കുകൾ ധനവകുപ്പിൽ എത്തിക്കുന്നുണ്ട്. പക്ഷെ ധനവകുപ്പിൽ നിന്ന് യഥാസമയം ആ പണം റേഷൻ വ്യാപാരികളുടെ കാര്യത്തിലാണെങ്കിലും കരാറുകാരുടെ കാര്യത്തിലാണെങ്കിലും ലഭിക്കുന്നില്ല. 50 കോടി രൂപ ചീഫ് സപ്ലൈസിന് അനുവദിച്ചു എന്ന് ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിഞ്ഞെങ്കിലും അതും യഥാസമയം കരാറുകാർക്ക് നൽകുന്നില്ല. അതിൽ അവരുടെ എല്ലാം കഴിച്ച് ബാക്കി കുറച്ച് കരാറുകാർ കൊടുത്താൽ കരാറുകാർ സമരം പിൻവലിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് കരാറുകാരുടെ സമരം എത്രയും പെട്ടെന്ന് പിൻവലിച്ച് റേഷൻ വിതരണം സുഗമമാക്കുന്നതോടൊപ്പം റേഷൻ വ്യാപാരികൾക്കും 2 കുടുംബമാണ് റേഷൻ വ്യാപാരികൾ കൊണ്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് റേഷൻ വ്യാപാരിയുടെ കമ്മീഷൻ യഥാസമയം നൽകാനുള്ള നടപടി ഉണ്ടാകണം. സാധാരണ എല്ലാ മാസവും 5-ാം തീയതിയിൽ തന്നെ ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് ചരക്ക് കൊണ്ടുപോകും. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. ചില കടകളിൽ അധികം സ്റ്റോക്കുള്ളതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. എന്നാൽ ജില്ലയിലെ 952 റേഷൻ കടകളിലും ഏതാനും ദിവസങ്ങൾക്കും സ്റ്റോക്ക് തീരും. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യ ശേഖരത്തിൽ കുറവുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.